ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വരുന്ന മെയ് 21 നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന സെക്രട്ടേറിയറ്റ് OAയുടെ മെയിൻസ് എക്സാം ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ സിലബസ് കണ്ടിട്ടുണ്ടാവും. 20 മാർക്കോളം കറണ്ട് അഫയേഴ്സ് ആണ് ചോദിക്കുന്നത്. എടുത്ത് പറഞ്ഞിട്ടുണ്ട് 20 മാർക്ക് കറണ്ട് അഫയേഴ്സ് ആണ് എന്നുള്ളത്. അപ്പോൾ 2025 PSC ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു കളക്ഷനുമായിട്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഇതിപ്പോൾ ഒരേപോലത്തെ ചോദ്യം നിങ്ങൾ സിവിൽ CPO ഓഫീസറുടെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. 2025 തന്നെ PSC ചോദിച്ചിട്ടുള്ള അതേ ചോദ്യങ്ങൾ അതേ ഫ്രെയിമായിട്ട് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് CPOയുടെ ചോദ്യ പേപ്പറിലും കണ്ടിട്ടുണ്ട്. ചില ഓപ്ഷൻസ് ഒന്ന് ജമ്പിൾഡ് ആയിട്ട് തന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ സെയിം ഓപ്ഷൻസ് സെയിം രീതിയിൽ തന്നെ തന്ന ചോദ്യങ്ങളും ഉണ്ട്. കണ്ടിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ റെഫർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ PSC അതേപോലെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സും അതുപോലെ റിപ്പീറ്റ് ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ അതും നോക്കാം. കുറച്ച് റിലേറ്റഡ് ഫാക്ട്സും കൂടെ നമുക്കൊന്ന് പഠിച്ചു പോവാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം ഏതാണ്? ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം 2025 ജനുവരി 19 ആണ്. 2025 ജനുവരി 19. ഈ വർഷത്തെ തന്നെ ഫസ്റ്റ് ചോദ്യപേപ്പറിലെ ചോദ്യമാണ് കേട്ടോ. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം 2025 ജനുവരി 19. അടുത്തത് 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചതാർക്കാണ്? 2024 ഓടക്കുഴൽ പുരസ്കാരമാണ് ചോദിച്ചത്. ഓപ്ഷൻ എയിൽ തന്നെ PN ഗോപികൃഷ്ണൻ ഉണ്ട്. നമ്മൾക്ക് ഉത്തരം അറിയാമെന്നുള്ള ഒരു ആവേശത്തിൽ മാർക്ക് ചെയ്ത് പോകരുത്, ശ്രദ്ധിച്ച് ചെയ്യാട്ടോ. 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? K അരവിന്ദാക്ഷനാണ് കേട്ടോ. K അരവിന്ദാക്ഷനാണ്. ഗോപ എന്ന അദ്ദേഹത്തിൻ്റെ നോവലിനാണ്. ഗോപ നമ്മൾ പോയിന്റ്സ് ഒക്കെ പറയുക ചെയ്യുന്നത്, നോട്ടായിട്ട് പ്രിപ്പയർ ചെയ്ത് തരുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സാഹചര്യം അല്ല. ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് പോയിന്റ്സ് പറഞ്ഞു പോവാം കേട്ടോ. ഓക്കെ, അരവിന്ദാക്ഷൻ്റെ ഗോപ എന്ന നോവലിനാണ് അദ്ദേഹത്തിന് 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, ഇനി PN ഗോപികൃഷ്ണൻ ഏത് വർഷം? 2023 കേട്ടോ. 2023 കവിത ഒരു മാംസഭോജിയാണ് എന്ന അദ്ദേഹത്തിൻ്റെ കൃതിക്കാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് K അരവിന്ദാക്ഷനാണ്. ഗോപ എന്ന അദ്ദേഹത്തിൻ്റെ നോവലിനാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. 2023 തൊട്ട് മുന്നത്തെ വർഷം ലഭിച്ചിട്ടുള്ളത് PN ഗോപികൃഷ്ണനാണ്. കൃതി ഏതാണ്? കവിത ഒരു മാംസഭോജിയാണ്. 2022 അംബികാസുധൻ മാങ്ങാട്. 2022 ഓടക്കുഴൽ പുരസ്കാരം ആർക്കാ ലഭിച്ചത്? അംബികാസുധൻ മാങ്ങാടിനാണ്. കൃതി ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ഇത് നമ്മളൊരിക്കൽ പുരസ്കാരങ്ങൾ എന്ന് പറഞ്ഞ് തന്നെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറഞ്ഞതാണ്. ഓർമ്മയുണ്ടോ കൃതി ഏതാന്ന്? പ്രാണവായു എന്ന കൃതിക്കാണ് കേട്ടോ. പ്രാണവായു. 2024 ഓടക്കുഴൽ അവാർഡ് K അരവിന്ദാക്ഷൻ, കൃതി ഗോപ. 2023 ഓടക്കുഴൽ പുരസ്കാരം PN ഗോപികൃഷ്ണൻ, കൃതി കവിത ഒരു മാംസഭോജിയാണ്. 2022 ഓടക്കുഴൽ പുരസ്കാരം അംബികാസുധൻ മാങ്ങാട്, കൃതി പ്രാണവായു ആണ്. ആദ്യത്തെ ഓടക്കുഴൽ പുരസ്കാരം ആർക്കാന്ന് ഓർമ്മയുണ്ടോ? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് കേട്ടോ. തുളസീദാസ രാമായണം എന്ന അദ്ദേഹത്തിൻ്റെ കൃതിക്കാണ് പ്രഥമ ഓടക്കുഴൽ പുരസ്കാരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന് ലഭിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം. 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത് മാധവ് ഗാഡ്ഗിലിനാണ്. മാധവ് ഗാഡ്ഗിൽ. ഇത് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡായിട്ടാണ് കേട്ടോ അദ്ദേഹത്തിന് ലഭിച്ചത്. മാധവ് ഗാഡ്ഗിലിന് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡായിട്ടാണ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു പുരസ്കാരം UNEPയുടെ ഹയസ്റ്റ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാമാണ് കേട്ടോ. UNEPയുടെ ഫുൾ ഫോം എന്താണ്? നേരത്തെ ചോദിച്ചിട്ടുണ്ട്. UNEP യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാമാണ്. UNEP യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാമാണ്. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാമാണ് UNEPയുടെ ഹയസ്റ്റ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാമാണ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് എന്ന് പറയുന്നത്. അത് ലഭിച്ചിട്ടുള്ളത് 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്തിൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് മാധവ് ഗാഡ്ഗിലിനാണ്. ഓക്കെ, ഇതിൽ ദിലീപ് കുമാർ വിശ്വാസിൽ, ഇദ്ദേഹം ഒരു ഇന്ത്യൻ എൻവയോൺമെൻ്റലിസ്റ്റ് ആണ് കേട്ടോ. ദിലീപ് കുമാർ വിശ്വാസ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ എൻവയോൺമെൻ്റലിസ്റ്റ് ആണ് അദ്ദേഹം. ഇദ്ദേഹം ഫോർമർ ചെയർമാനാണ് CPCBയുടെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. CPCBയുടെ
ഫോർമർ ചെയർമാൻ, മുൻകാല ചെയർമാൻ ആണ്. CPCBയുടെ ഫുൾ ഫോം എന്താണ്? സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് കേട്ടോ. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ മുൻ ചെയർമാനാണ്. അപ്പോൾ ദിലീപ് കുമാർ ബിശ്വാസ് ഒരു ഇന്ത്യൻ എൻവയോൺമെൻറ്റലിസ്റ്റ് ആണ്. ഇദ്ദേഹത്തിൻ്റെ മേഖല ഒന്ന് അറിഞ്ഞിരിക്കുക. മറ്റു 2 പേരുകളും ഫെമിലിയർ ആണല്ലോ. ഓക്കെ, അടുത്തത് കേരള സംസ്ഥാനത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേരെന്താണ്? ഈ ഒരു ചോദ്യം PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, കാരണം ആൻസർ ഇതിലില്ലാത്തതുകൊണ്ട്. കേരള സംസ്ഥാനത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, നമ്മൾ ഏറ്റവും പുതിയ നിയമനങ്ങൾ എന്ന് പറഞ്ഞൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പേര്. ഓക്കെ, പറയാം. കേരള സംസ്ഥാനത്തിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ A. ഷാജഹാൻ ആണ് കേട്ടോ. A. ഷാജഹാൻ ആണ്. കേരള സംസ്ഥാനത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ ആണ്. A. ഷാജഹാൻ. കേരള സംസ്ഥാനത്തിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസറാണ് ഡോക്ടർ രത്തൻ യു ഖേൽക്കർ. കേരള സംസ്ഥാനത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാനും കേരള സംസ്ഥാനത്തിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കറാണ്. ചീഫ് ഇലക്ട്രൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കറും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാനുമാണ് കേട്ടോ. ഇതിൽ അടുത്തൊരു പേര് ഇവിടെ KN രാജ്, ഫെമിലിയർ ആയിരിക്കേണ്ട ഒരു പേരാണ്. ആദ്യ പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖക്കുറിപ്പ് തയ്യാറാക്കിയത് ആര് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ ആൻസർ KN രാജാണ്. കണ്ടിട്ടുണ്ടാവും, പഞ്ചവത്സര പദ്ധതി പഠിക്കുമ്പോൾ നമ്മൾ ഈ പേരെന്തായാലും പഠിച്ചിട്ടുണ്ടാവും. KN രാജ് ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖക്കുറിപ്പ് തയ്യാറാക്കിയത് KN രാജാണ്. ഓക്കെ, അപ്പോൾ കേരള സംസ്ഥാനത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് A. ഷാജഹാൻ ആണ്. കേരള സംസ്ഥാനത്തിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആര് എന്ന് ചോദിച്ചാൽ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഈ ഫസ്റ്റ് തന്നെ ഈ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഈ PSC ഈ ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇത്തരത്തിലൊരു ചോദ്യം കറക്റ്റായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാറിപ്പോവാതെ മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇലക്ട്രൽ ഓഫീസറാണ് രത്തൻ യു ഖേൽക്കർ. തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാനാണ്. ഓക്കെ, അടുത്തത് ഇന്ത്യയുടെ റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. റിസർവ് ബാങ്കിൻ്റെ 26ാമത് ഗവർണറാണ്. റിസർവ് ബാങ്കിൻ്റെ 26ാമത് ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. 26ാമത് ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. 25ാമത് കണ്ടോ, ഓപ്ഷനിൽ കണ്ടോ, ശക്തികാന്ത ദാസ്. 25ാമത് ഗവർണറാണ്. ഉർജിത് പട്ടേൽ 24ാമത് ഗവർണറാണ്. RBIയുടെ 24ാമത് ഗവർണറാണ് ഉർജിത് പട്ടേൽ. 25ാമത് ശക്തികാന്ത ദാസ് ആണ്. 26ാമത് നിലവിലെ RBI ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. ദുവ്വൂരി സുബ്ബറാവു RBIയുടെ 22ാമത് ഗവർണറാണ് കേട്ടോ. RBIയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 22ാമത് ഗവർണറാണ് ദുവ്വൂരി സുബ്ബറാവ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ 23 മാത്രമല്ലേ ബാക്കിയുള്ളൂ. പേരറിയുണ്ടാവും, രഘുറാം രാജനാണ് കേട്ടോ. രഘുറാം രാജനാണ് 23ാമത് RBIയുടെ ഗവർണർ. RBIയുടെ നിലവിലെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. അദ്ദേഹം 26ാമത് ഗവർണറാണ് എന്നതുകൂടി ഇന്ന് ഓർത്തിരിക്കുക. 26ാമത് സഞ്ജയ് മൽഹോത്ര, 25ാമത് ശക്തികാന്ത ദാസ്, 24ാമത് ഉർജിത് പട്ടേൽ, 23ാമത് രഘുറാം രാജൻ, 22ാമത് ദുവ്വൂരി സുബ്ബറാവ്. ഇത്രയൊന്നും വേണ്ട, അത് ഈ ഒരു ഓപ്ഷനിൽ തന്നതുകൊണ്ട് ഒന്ന് ഓർഡർ ആക്കി പറഞ്ഞു എന്നതേ ഉള്ളൂ. ഒന്നാമത്തേതും രണ്ടാമത്തേതും എന്തായാലും ഒന്ന് ഓർത്ത് വെക്കൂ. ഈ നമ്പറും കൂടെ ഒന്ന് ഓർത്ത് വെക്കൂ കേട്ടോ. 26ാമത് സഞ്ജയ് മൽഹോത്രയാണ്. നിലവിലെ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. അടുത്തത് ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡന്റ് ആരാണ്? ഇപ്പോഴത്തെ ലോക ബാങ്കിൻ്റെ പ്രസിഡന്റ് ആരാണ്? അജയ് ഭംഗയാണ് കേട്ടോ. അജയ് ഭംഗയാണ് ഇപ്പോഴത്തെ ലോക ബാങ്കിൻ്റെ പ്രസിഡന്റ്. പുതിയ നിയമനങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്നാലും റിപ്പീറ്റഡ് ആയിട്ട് പറയാണ്. അജയ് ഭംഗ ലോക ബാങ്കിൻ്റെ പ്രസിഡന്റ്. അജയ് കുമാർ UPSC ചെയർമാൻ കേട്ടോ. UPSC ചെയർമാനാണ് അജയ് കുമാറാണ് UPSCയുടെ. ഡോക്ടർ അജയ് കുമാറാണ് UPSCയുടെ ചെയർമാൻ. UPSCയുടെ ചെയർമാൻ. ഇനി ഇന്ത്യൻ ലോക്പാൽ ആര് എന്ന് ചോദിച്ചാലും അജയ് മാണിക്റാവു ഖാൻവിൽക്കർ ആണ്. ഇന്ത്യൻ ലോക്പാൽ അജയ് മാണിക്റാവു ഖാൻവിൽക്കർ. ഓക്കെ, ഇന്ത്യയുടെ ലോക്പാൽ, നിലവിലെ ലോക്പാൽ ആര് എന്ന് ചോദിച്ചാൽ അജയ് മാണിക്റാവു ഖാൻവിൽക്കർ ആണ്. അജയ് കുമാർ UPSC ചെയർമാനാണ്. അജയ് ഭംഗ ലോക ബാങ്കിൻ്റെ പ്രസിഡന്റാണ്. അജയ് കുമാർ UPSCയുടെ ചെയർമാനാണ്. ലോക്പാൽ ആര് എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ലോക്പാലാണ് അജയ് മാണിക്റാവു ഖാൻവിൽക്കർ. അപ്പോൾ ആ പേരുകളൊന്ന് കണക്റ്റഡ് ആയിട്ട് ഓർത്തിരിക്കാം. ഇനി അൻഷുല കാന്ത് ഓപ്ഷൻ എയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അൻഷുല കാന്ത്
മാനേജിംഗ് ഡയറക്ടറും അതുപോലെ തന്നെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറുമാണ് വേൾഡ് ബാങ്കിൻ്റെ. അൻഷുല കാന്ത് ഇദ്ദേഹം മാനേജിംഗ് ഡയറക്ടറാണ്. മാനേജിംഗ് ഡയറക്ടറും ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറുമാണ് വേൾഡ് ബാങ്കിൻ്റെ. പക്ഷേ വേൾഡ് ബാങ്കിൻ്റെ പ്രസിഡന്റ് അജയ് ഭംഗയാണ്. അജയ് ഭംഗ. ഓക്കെ. സെൻട്രൽ വിസ്ത പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താണ്? സെൻട്രൽ വിസ്ത എന്താണ്? പാർലമെൻറ്റ് സമുച്ചയവുമായി ബന്ധപ്പെട്ടതാണ് സെൻട്രൽ വിസ്ത പദ്ധതി എന്നത്. അപ്പോൾ കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പഴയ പാർലമെൻ്റ് ഉണ്ടല്ലോ, പഴയ പാർലമെൻറ്റിൻ്റെ ആർക്കിടെക്റ്റ് ആരൊക്കെയായിരുന്നു? എഡ്വിൻ ലൂട്ടിൻസും ഹെർബർട്ട് ബേക്കറും ആയിരുന്നു. എഡ്വിൻ ലൂട്ടിൻസും ഹെർബർട്ട് ബേക്കറും. പഴയ പാർലമെൻറ്റിൻ്റെ ആണ് കേട്ടോ, പഴയ പാർലമെൻറ്റിൻ്റെ. എന്നായിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത്? 1927 ജനുവരി 18 ആരാണ് ഉദ്ഘാടനം ചെയ്തത്? അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭുവാണ്. ഇർവിൻ പ്രഭുവാണ് 1927 ജനുവരി 18 പഴയ പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്ത്. ആർക്കിടെക്റ്റ് എഡ്വിൻ ലൂട്ടിൻസും ഹെർബർട്ട് ബേക്കറും ആയിരുന്നു. എഡ്വിൻ ലൂട്ടിൻസും ഹെർബർട്ട് ബേക്കറുമാണ് പഴയ പാർലമെൻറ്റിൻ്റെ ആർക്കിടെക്ട്സ്. എന്നാണ് ഉദ്ഘാടനം ചെയ്തത്? 1927 ജനുവരി 18. 1927 ജനുവരി 18 ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ വൈസ്രോയി ആയ ഇർവിൻ പ്രഭുവാണ്. ഇർവിൻ പ്രഭു. ഇനി പുതിയ പാർലമെൻറ്റ്, സെൻട്രൽ വിസ്ത പദ്ധതി. പാർലമെൻറ്റ് സമുച്ചയ നിർമ്മാണമാണ് സെൻട്രൽ വിസ്ത പദ്ധതി. അതായത് രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെ നവീകരിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ സെൻട്രൽ വിസ്ത പദ്ധതി എന്ന് പറയുന്നത്. രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെ നവീകരിക്കുന്ന പദ്ധതിയാണ് സെൻട്രൽ വിസ്ത പദ്ധതി. ഇത് ഈ ഒരു പദ്ധതിയുടെ ആശയം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് 2019 ഈ ഒരു ആശയം അവതരിപ്പിച്ചു. അതിനുശേഷം 2020 ഡിസംബർ 10 പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. 2019 ഈ ഒരു ആശയം അവതരിപ്പിച്ചു. 2020 ഡിസംബർ 10 പ്രധാനമന്ത്രി ഈ ഒരു ഇതിന് തറക്കല്ലിട്ടു. ഓക്കെ. ഇതിൻ്റെ ഈ പുതിയ പദ്ധതിയുടെ, പുതിയ പാർലമെൻറ്റ് സമുച്ചയ നിർമ്മാണത്തിൻ്റെ ആർക്കിടെക്റ്റ് ആരാണ്? ആർക്കിടെക്റ്റ് ബിമൽ ഹസ്മുഖ് പട്ടേലാണ് കേട്ടോ. ബിമൽ ഹസ്മുഖ് പട്ടേലാണ് പുതിയ പദ്ധതിയുടെ ആർക്കിടെക്റ്റ്. പഴയതാരൊക്കെയായിരുന്നു? എഡ്വിൻ ലൂട്ടിൻസും ഹെർബർട്ട് ബേക്കറുമാണ്. പുതിയ സെൻട്രൽ വിസ്ത പദ്ധതിയുടെ, പുതിയ പാർലമെൻറ്റ് സമുച്ചയ നിർമ്മാണത്തിൻ്റെ ആർക്കിടെക്റ്റാണ് ബിമൽ ഹസ്മുഖ് പട്ടേൽ. ഇനി ഇത് രൂപകൽപ്പന ചെയ്ത കമ്പനി HCP ഡിസൈൻസ് ആണ്. HCP രൂപകൽപ്പന ചെയ്ത കമ്പനിയാണ് കേട്ടോ. രൂപകൽപ്പന ചെയ്ത കമ്പനി HCP ഡിസൈൻ ആൻഡ് മാനേജ്മെൻ്റ് ആണ്. HCP ഡിസൈൻ ആൻഡ് മാനേജ്മെൻ്റ് ആണ് രൂപകൽപ്പന ചെയ്ത കമ്പനി. ഇതിലൊരു ചേഞ്ച് ഉണ്ട്, അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. നിർമ്മാണ ചുമതല വരുന്നത് ടാറ്റയ്ക്കാണ് കേട്ടോ. നിർമ്മാണ ചുമതല രൂപകൽപ്പന ചെയ്തത് HCP ഡിസൈൻ ആൻഡ് മാനേജ്മെൻ്റ് ആണ്. നിർമ്മാണ ചുമതല ടാറ്റയ്ക്കാണ്. വായിക്കാൻ പറ്റുന്നില്ല എന്നറിയാം, എന്നാലും നമുക്ക് ഇതേ ഇപ്പോൾ എഴുതി കാണിക്കാൻ ഇതേ ഒരു നിർവാഹമുള്ളൂ കേട്ടോ. ടാറ്റയ്ക്കാണ് നിർമ്മാണ ചുമതല വരുന്നത്. ഓക്കെ. ഇനി 2022 ജൂലൈയിൽ ഈ പാർലമെൻറ്റിന് മുകളിൽ ഒരു അശോക സ്തംഭം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 2022 അതൊന്ന് കുറച്ച് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇതിപ്പോൾ എടുത്ത് പറയുന്നത്. 2022 ജൂലൈയിലാണ് ഈ പാർലമെൻറ്റ് സമുച്ചയത്തിന് മുകളിലായിട്ട് ഒരു അശോക സ്തംഭം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. 2022 ജൂലൈയിൽ പാർലമെൻറ്റ് സമുച്ചയത്തിന് മുകളിലായിട്ട് ഒരു അശോക സ്തംഭം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ പാർലമെൻറ്റ് സമുച്ചയം ഉദ്ഘാടനം ചെയ്യുന്നത് 2023 2023 ഈ തീയതി ഒന്ന് ഓർത്ത് വെക്കണം. മെയ് 28 മെയ് 28 2023 മെയ് 28 പുതിയ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനം. പുതിയ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനം എന്നാണ് 2023 മെയ് 28 2023 മെയ് 28 പുതിയ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനം. ഷേപ്പ് എങ്ങനെയാണ്? ട്രയാങ്കുലർ ഷേപ്പാണ്, ത്രികോണാകൃതിയിലാണ് പുതിയ പാർലമെൻറ്റിൻ്റെ രൂപം വരുന്നത്. പുതിയ പാർലമെൻറ്റിൻ്റെ ഷേപ്പ് ത്രികോണാകൃതിയാണ്. ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദിവസം 2023 മെയ് 28 2023 മെയ് 28 പുതിയ പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ. സെൻട്രൽ വിസ്ത പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാർലമെൻറ്റ് സമുച്ചയ നിർമ്മാണം. ഓക്കെ ആണല്ലോ. അടുത്തത്, കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് വരുന്നത്? പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് കേട്ടോ. പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്.
കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. CPOയുടെ ചോദ്യപേപ്പർ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർപേഴ്സൺ ആര് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആൻസർ റവന്യൂ മന്ത്രിയാണ് കേട്ടോ. റവന്യൂ മന്ത്രിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർപേഴ്സൺ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർപേഴ്സൺ റവന്യൂ മന്ത്രിയും ചെയർപേഴ്സൺ മുഖ്യമന്ത്രിയുമാണ്. ഈ ഒരു ചോദ്യം റിപ്പീറ്റഡ് ആണ്. അതായത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർപേഴ്സൺ ആര് എന്ന് 10th ലെവൽ മെയിൻസിൻ്റെ ഇതിന് മുന്നേ ഉള്ള ഒരു ചോദ്യ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അതേ ചോദ്യം തന്നെയാണ് നമ്മളോട് ഇപ്പോൾ CPOയുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവണം. അതാണ്. അപ്പോൾ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർപേഴ്സൺ ആരാണ്? റവന്യൂ മന്ത്രിയാണ് കേട്ടോ. റവന്യൂ മന്ത്രിയാണ്. ചെയർപേഴ്സൺ ആരാണ്? ചെയർപേഴ്സൺ മുഖ്യമന്ത്രിയാണ് ചെയർപേഴ്സൺ. വൈസ് ചെയർപേഴ്സൺ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് റവന്യൂ മന്ത്രിയാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർപേഴ്സൺ റവന്യൂ മന്ത്രിയും ചെയർപേഴ്സൺ മുഖ്യമന്ത്രിയും ആണ്. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർപേഴ്സൺ ആര്? പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് കേട്ടോ. പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർപേഴ്സൺ. എന്നാണ് തണ്ണീർത്തട ദിനം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 2025 തന്നെ ഒരു ചോദ്യപേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാണ് തണ്ണീർത്തട ദിനം വരുന്നത്? ഫെബ്രുവരി 2-നാണ്. ഫെബ്രുവരി 2-ാം തീയതിയാണ് ലോക തണ്ണീർത്തട ദിനം വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. 2024 പ്രഖ്യാപിച്ച 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? 54ാമത് ചലച്ചിത്ര പുരസ്കാരമാണ് 2024 പ്രഖ്യാപിച്ചത്. മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? പൃഥ്വിരാജാണ് കേട്ടോ. പൃഥ്വിരാജാണ്. ചിത്രം ഏതാണ്? ചിത്രം ആടുജീവിതമാണ്. 2024 പ്രഖ്യാപിച്ച 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പൃഥ്വിരാജാണ്. ചിത്രം ആടുജീവിതമാണ്. മികച്ച നടി 2 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. ബീന ആർ ചന്ദ്രൻ അതുപോലെ ഉർവശി എന്നിവർ 2 പേർക്കാണ് മികച്ച നടി കിട്ടിയിട്ടുള്ളത്. ബീന ആർ ചന്ദ്രനും ഉർവശിക്കുമാണ് കിട്ടിയിട്ടുള്ളത് മികച്ച നടി അവാർഡ്. മികച്ച ചിത്രം കാതൽ ദി കോർ എന്നതാണ് കേട്ടോ. മികച്ച ചിത്രം കാതൽ ദി കോർ എന്ന ചിത്രമാണ്. കാതൽ ദി കോർ എന്ന ചിത്രത്തിനാണ് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് 54ാമത് പുരസ്കാരത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് 2024. ഇനി 2023 ചോദിക്കുകയാണെങ്കിൽ 53ാമത് പുരസ്കാരം മികച്ച നടൻ ലഭിച്ചിട്ടുള്ളത് മമ്മൂട്ടിക്കാണ്. മമ്മൂട്ടി, അത് ഓപ്ഷൻ 1 തന്നെ മമ്മൂട്ടി എന്ന് കൊടുത്തിട്ടുണ്ട്. 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ 2023 കൊടുത്തപ്പോൾ മികച്ച നടൻ മമ്മൂട്ടിയായിരുന്നു. ചിത്രം ഏതാണ്? നൻപകൽ നേരത്ത് മയക്കം. അതേ ചിത്രത്തിന് തന്നെയാണ് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരവും ലഭിച്ചിട്ടുള്ളത് കേട്ടോ. മികച്ച നടൻ മമ്മൂട്ടിയാണ്. ചിത്രം നൻപകൽ നേരത്ത് മയക്കമാണ്. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം 53ാമത് 2023 കൊടുത്തിട്ടുള്ള മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചതും നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിനാണ്. മികച്ച നടി വിൻസി അലോഷ്യസ് ആണ്. രേഖ എന്ന ചിത്രത്തിന് മികച്ച നടി എന്ന പുരസ്കാരം ലഭിച്ചത് വിൻസി അലോഷ്യസിനാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതൊന്ന് എഴുതി വെച്ച് പഠിക്കുക കേട്ടോ. 2023 2024 നമ്മൾ നോക്കിയത്. CPOയുടെ ചോദ്യം കണ്ടവർക്കറിയാം. നൊബേൽ പ്രൈസ് 2023 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ബാക്കിലേക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പഠിക്കുമ്പോൾ കറണ്ട് അഫയേഴ്സ് അങ്ങനെ തന്നെ പഠിച്ച് പോവുക കേട്ടോ. അടുത്ത ചോദ്യം. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ കെ സച്ചിദാനന്ദനാണ്. കെ സച്ചിദാനന്ദൻ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ചെയർപേഴ്സൺ മാധവ് കൗശിക്കാണ് കേട്ടോ. മാധവ് കൗശിക്കാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർപേഴ്സൺ കെ സച്ചിദാനന്ദൻ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ചെയർപേഴ്സൺ മാധവ് കൗശിക്കാണ്. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ കെ സച്ചിദാനന്ദനാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ചെയർപേഴ്സൺ മാധവ് കൗശിക്കും ആണ്. ഓക്കെ, അടുത്തത്
കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷൻ ആര്? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. ഓപ്ഷൻ എ ആണ് കേട്ടോ. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷൻ. ഇവിടെ ഓപ്ഷനിൽ കണ്ടോ വി ഗീത. നമ്മൾ നേരത്തെ ഈ ഒരു പേര് ക്ലാസ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗമാണ് വി ഗീത കേട്ടോ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗമാണ് വി ഗീത. ജസ്റ്റിസ് എം പരീത് പിള്ള ആദ്യത്തെ ചെയർപേഴ്സൺ ആണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആര് എന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് എം പരീത് പിള്ളയാണ്. ജസ്റ്റിസ് എം പരീത് പിള്ള. ജസ്റ്റിസ് ആൻ്റണി ഡൊമിനിക്, നമുക്ക് ആ ഒരു പേരും പരിചിതമാണ് അല്ലേ. ജസ്റ്റിസ് ആൻ്റണി ഡൊമിനിക് മുൻ അധ്യക്ഷനാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന അധ്യക്ഷനാണ്. ഇദ്ദേഹത്തിന് ശേഷം താൽക്കാലിക ചെയർപേഴ്സൺ, ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിട്ടാണ് ബൈജുനാഥ് വന്നത്. അതിനുശേഷമാണ് നിലവിലെ ചെയർപേഴ്സൺ അലക്സാണ്ടർ തോമസ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് നിയമിതനാകുന്നത്. അപ്പോൾ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. ഓക്കെ, അടുത്തത് 2024 ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ നമ്മളിത് ഓൾറെഡി പറഞ്ഞതാണ്. 2024 ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? പൂനെയിലാണ്. ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് പൂനെയിലാണ്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ജിയോളജി മ്യൂസിയം എവിടെയാണ്? ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ജിയോളജി മ്യൂസിയം ആണ് കേട്ടോ. ജിയോളജി മ്യൂസിയം വരുന്നത് എവിടെയാണ്? മധ്യപ്രദേശ്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ജിയോളജി മ്യൂസിയം മധ്യപ്രദേശിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ ഉദ്ഘാടന കേന്ദ്രം സ്ഥാപിക്കാൻ പോകുന്നത് വിശാഖപട്ടണത്താണ് കേട്ടോ. ഗ്രീൻ ഹൈഡ്രജൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ ഉത്പാദന കേന്ദ്രം സ്ഥാപിക്കാൻ പോകുന്നത് വിശാഖപട്ടണം, ആന്ധ്രാപ്രദേശാണ്. AP നമുക്ക് എഴുതാം, ആന്ധ്രാപ്രദേശാണ്. വിശാഖപട്ടണമാണ് കേട്ടോ. വിശാഖപട്ടണത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെൻറ്റർ എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെൻറ്റർ സാമ്പൽപൂർ ആണ് കേട്ടോ. ഒഡീഷയിലാണ്. സാമ്പൽപൂർ. ഓക്കെ. ഏഷ്യയിലെ ആദ്യത്തെ ജിയോളജി മ്യൂസിയം മധ്യപ്രദേശിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ ഉത്പാദന കേന്ദ്രം വരാൻ പോകുന്നത് വിശാഖപട്ടണത്താണ്. ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെൻറ്റർ സ്ഥാപിക്കുന്നത് സാമ്പൽപൂർ ആണ്, ഒഡീഷ. ഓക്കെ, 3 പോയിന്റ്സും ഓർത്തിരിക്കുക. ചോദിക്കാൻ സാധ്യതകളാണ്. ഗ്രീൻ ഹൈഡ്രജൻ ഒക്കെ റിലവൻ്റ് ആയിട്ട് തന്നെയുള്ള ടോപ്പിക് ആയതുകൊണ്ട് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അറിഞ്ഞിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് പൂനെയിലാണ്. ഓക്കെ. 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ തോൽവി നേരിട്ട ടീം ഏത് രാജ്യത്തിൻ്റേതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഫൈനലിൽ ആരൊക്കെയായിരുന്നു? അർജൻറ്റീനയും ഫ്രാൻസും ആയിരുന്നു 2022 ഫിഫ വേൾഡ് കപ്പ് ഫൈനലിൽ ഉണ്ടായിരുന്നത്. ഇതിൽ അർജൻറ്റീന വിജയിച്ചു. തോൽവി നേരിട്ട ടീം ഫ്രാൻസ് ആണ്. 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ തോൽവി നേരിട്ട ടീം ഫ്രാൻസിൻ്റേതാണ്. ഇതിൽ 3 തവണ 2022 കൂടാതെ 2 തവണ കൂടെ, അങ്ങനെ മൊത്തം 3 തവണ അർജൻറ്റീന കപ്പ് നേടിയിട്ടുണ്ട്. അപ്പോൾ ഫിഫ ലോകകപ്പ് നേടുന്ന 3 തവണ നേടിയ ടീമാണ് അർജൻറ്റീന. അപ്പോൾ ഏതൊക്കെ വർഷങ്ങളിലാണ്? 1978-ലും 1986-ലും 2022-ലുമായിട്ട് 3 തവണയായിട്ട് അർജൻറ്റീന കപ്പ് നേടുന്നുണ്ട്. 2022-ലുമായിട്ട് അർജൻറ്റീന ഈ ഒരു കപ്പ് നേടുന്നുണ്ട്. ഓക്കെ. 1978, 1986, 2022-ലും കൂടെയായിട്ട് അങ്ങനെ 3 തവണയായിട്ട് അർജൻറ്റീന ജയിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി 2022 ഫിഫ വേൾഡ് കപ്പിൻ്റെ വേദി എവിടെയാണ്? എല്ലാവർക്കും അറിയാം, ഖത്തറാണ്. 2022 ഫിഫ ലോകകപ്പിൻ്റെ വേദി എവിടെയാണ്? ഖത്തറിലാണ്. ഇനി ഗോൾഡൻ ബൂട്ട് ലഭിച്ചതാർക്കാണ്? ഗോൾഡൻ ബൂട്ട് ഇതൊക്കെ കൃത്യമായിട്ട് അറിയുന്ന സ്പോർട്സ് പ്രേമികളായിട്ടുള്ള കൂട്ടുകാരുണ്ടാവും നമ്മളെ കൂട്ടത്തിൽ. അറിയാത്തവർക്കും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ എടുത്തു പറയുന്നത്. നിങ്ങൾക്കിത് അരോചകമായിട്ട് തോന്നരുത്. നോക്കാം.
ഗോൾഡൻ ബൂട്ട് നേടിയത് കിലിയൻ എംബാപ്പയ്ക്കാണ് ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ലഭിച്ചത്. ഗോൾഡൻ ബോൾ പുരസ്കാരം ലഭിച്ചത് ലയണൽ മെസ്സിക്കാണ് കേട്ടോ. ലയണൽ മെസ്സിക്കാണ്. ഗോൾഡൻ ബൂട്ട് ലഭിച്ചത് കിലിയൻ എംബാപ്പയ്ക്കാണ്. ഗോൾഡൻ ബോൾ പുരസ്കാരം ലഭിച്ചത് ലയണൽ മെസ്സിക്കുമാണ്. ഗോൾഡൻ ബൂട്ട് കിലിയൻ എംബാപ്പയാണ്. ഗോൾഡൻ ബോൾ ലഭിച്ചത് ലയണൽ മെസ്സിക്കുമാണ്. 2022 ഫിഫ ലോകകപ്പിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് 2024 ഫോബ്സ് മാസികയുടെ ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രാദേശിക ബാങ്ക് ഏതാണ്? 2024 ഫോബ്സ് മാസികയുടെ ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രാദേശിക ബാങ്ക് ഗ്രാമീൺ ബാങ്കാണ് കേട്ടോ. കേരള ഗ്രാമീൺ ബാങ്കാണ്. ഗ്രാമങ്ങളിലെ വായ്പാ സൗകര്യം വർദ്ധിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയിട്ട് വന്നിട്ടുള്ള ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. അപ്പോൾ 2024 ഫോബ്സ് മാസികയുടെ ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രാദേശിക ഗ്രാമീണ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. ഓക്കെ. ഏത് നഗരത്തിൽ നടന്ന ഇ ഗവേണൻസ് സംബന്ധിച്ച 27ാമത് ദേശീയ സമ്മേളനത്തിലാണ് 2024 ഇ ഗവേണൻസ് അവാർഡുകൾ ലഭിച്ചത്? ഏത് നഗരത്തിൽ വെച്ചാണ് ഈ ഒരു ദേശീയ സമ്മേളനം 27ാമത് ദേശീയ സമ്മേളനം നടന്നത് എന്നാണ് ചോദിച്ചത്. ആൻസർ മുംബൈയാണ് കേട്ടോ. മുംബൈയാണ്. ഏത് നഗരത്തിൽ നടന്ന ഇ ഗവേണൻസ് സംബന്ധിച്ച 27ാമത് ദേശീയ സമ്മേളനത്തിലാണ് 2024 ഇ ഗവേണൻസ് അവാർഡുകൾ ലഭിച്ചത്? മുംബൈയിൽ വെച്ച് നടന്ന 27ാമത് ദേശീയ സമ്മേളനമാണ് 2024 നടന്നത്. എവിടെ വെച്ചാണ്? മുംബൈയിൽ വെച്ചാണ് നടന്നത്. ഓക്കെ. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡി ഗുഗേഷ് പരാജയപ്പെടുത്തിയത് ആരെയാണ്? ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ എക്സാം എഴുതിയ കൂട്ടുകാർക്ക് അറിയാൻ പറ്റും ഈ ഒരു ചോദ്യം. കണ്ടിട്ടുണ്ടായിരുന്നോ നിങ്ങൾ? ഓക്കെ. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡി ഗുഗേഷ് പരാജയപ്പെടുത്തിയത് ആരെയാണ്? ഓപ്ഷൻ എയിൽ തന്നെ മാഗ്നസ് കാൾസൺ കൊടുത്തിട്ടുണ്ട്. ആൻസർ ഡിങ് ലൈറൻ ആണ് കേട്ടോ. ഡിങ് ലിറൻ ആണ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ 2024 ഡി ഗുഗേഷ് പരാജയപ്പെടുത്തിയത് ഡിങ് ലിറനെയാണ്. ഓക്കെ. താഴെ തന്നിട്ടുള്ളവരിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി ആരാണ്? 2024 ചോദിച്ചിട്ടുള്ളത് കേട്ടോ. 2024 പത്മവിഭൂഷൺ ബഹുമതിയാണ്. 2024 5 പത്മവിഭൂഷൺ പുരസ്കാരമാണ് കൊടുത്തിട്ടുള്ളത്. 5 പത്മവിഭൂഷൺ പുരസ്കാരം, 17 പത്മഭൂഷൺ പുരസ്കാരം, അതുപോലെ 110 പത്മശ്രീ പുരസ്കാരമാണ് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ മൊത്തം 132 പത്മ അവാർഡ്സ് ആണ് 2024 കൊടുത്തിട്ടുണ്ടായിരുന്നത്. 5 പത്മവിഭൂഷൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. 5 പേര് ആരൊക്കെയാണെന്നറിയാമോ? 1 വൈജയന്തിമാല ആർട്ടുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം തമിഴ്നാട് സ്വദേശിനിയാണ് കേട്ടോ. തമിഴ്നാട് സ്വദേശിനിയാണ് ഒന്നാമത്തെ ആള്. രണ്ടാമത്തെ ആള് ചിരഞ്ജീവി ചലച്ചിത്ര നടനായിട്ടുള്ള ചിരഞ്ജീവിയാണ്. അദ്ദേഹത്തിൻ്റെ ശരിയായ പേരെന്തെന്ന് ചോദിച്ചിട്ടുണ്ട്. ശിവശങ്കര വരപ്രസാദ് എന്നാണ് കേട്ടോ. ശിവശങ്കര വരപ്രസാദ്. നമുക്ക് ചിരഞ്ജീവി എന്ന് തന്നെ റെപ്രസെൻ്റ് ചെയ്ത് സി കൊടുക്കാം. ചിരഞ്ജീവിയാണ്. ആർട്ടുമായി ബന്ധപ്പെട്ട രീതിയിലാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. എവിടെയാണ് സ്ഥലം? ആന്ധ്രയാണ് കേട്ടോ. ആന്ധ്ര. ചിരഞ്ജീവിയുടെ യഥാർത്ഥ നാമം ശിവശങ്കര വരപ്രസാദ് എന്നാണ് കേട്ടോ. ശിവശങ്കര വരപ്രസാദ്. ഓക്കെ. മൂന്നാമത്തെ വ്യക്തിയാണ് പത്മ സുബ്രഹ്മണ്യം ആർട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് പുരസ്കാര ജേതാവായിട്ടുള്ളത്. ആർട്ടാണ്. ഏത് സ്ഥലമാണ്? തമിഴ്നാടാണ്. ഏത് സംസ്ഥാനത്തിൽ നിന്നുള്ളതാണ് പത്മ സുബ്രഹ്മണ്യം എന്ന നർത്തകി? തമിഴ്നാടാണ്. ഓക്കെ. നാലാമത്തെ വ്യക്തി ആരാണ്? വെങ്കയ്യ നായിഡു ആണ്. വെങ്കയ്യ നായിഡു നമ്മുടെ ഇന്ത്യയുടെ 13ാമത് ഉപരാഷ്ട്രപതിയാണ്. വെങ്കയ്യ നായിഡു. പബ്ലിക് അഫെയർസ് റിലേറ്റഡ് ആയിട്ടാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. പബ്ലിക് അഫെയർസ് ആണ്. ഏത് സംസ്ഥാനമാണ്? ആന്ധ്ര സംസ്ഥാനം. അഞ്ചാമത്തെ വ്യക്തിയാണ് ബിന്ദേശ്വർ പതക്. അദ്ദേഹം സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. പക്ഷെ മരണാനന്തര ബഹുമതി ആയിട്ടാണ് ലഭിച്ചത് കേട്ടോ. ബീഹാറിൽ നിന്നുള്ള വ്യക്തിയായിരുന്നു ബിന്ദേശ്വർ പതക്. ബീഹാറിൽ നിന്നുള്ള വ്യക്തിയാണ്
മരണാനന്തര ബഹുമതിയായിട്ടാണ് ലഭിച്ചത്. സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. വെങ്കയ്യ നായിഡു പബ്ലിക് അഫയേഴ്സ് ആണ്. ഇന്ത്യയുടെ 13ാമത് രാഷ്ട്രപതിയാണ് അദ്ദേഹം. വെങ്കയ്യ നായിഡു ഏത് സംസ്ഥാനമാണ്? ആന്ധ്രാപ്രദേശ് സംസ്ഥാനമാണ്. പിന്നീട് നമ്മൾ പറഞ്ഞു പത്മ സുബ്രഹ്മണ്യമാണ്, ആർട്ട് റിലേറ്റഡ് ആണ്. അദ്ദേഹം തമിഴ്നാട് സ്വദേശിനിയാണ്. പിന്നെ ചിരഞ്ജീവി ആർട്ട് റിലേറ്റഡ് ആണ്, ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിൽ നിന്നാണ്. വൈജയന്തി മാല ആർട്ട് റിലേറ്റഡ് ആണ്, തമിഴ്നാട് സംസ്ഥാനത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ 2 തമിഴ്നാട്ടുകാർക്കും 2 ആന്ധ്രാപ്രദേശുകാർക്കും 1 ബീഹാറുകാരനുമാണ് 2024 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കിനി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പത്മ പുരസ്കാരങ്ങൾ ലഭിക്കുന്ന സമയത്ത് മലയാളികൾ ആരൊക്കെയുണ്ട് എന്നുള്ള രീതിയിലൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. ബാക്കി ഇപ്പോൾ പത്മവിഭൂഷണൊക്കെ ആണെങ്കിൽ കുറഞ്ഞ നമ്പറേ ഉണ്ടാവുള്ളൂ, അപ്പോൾ അത് പഠിക്കാം. പക്ഷേ ബാക്കിയുള്ളതെല്ലാം പഠിക്കാൻ പറ്റില്ല. അപ്പോൾ മലയാളികൾ ആരൊക്കെയുണ്ട്, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ് എന്നുള്ള രീതിയിലൊന്ന് നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. 2025 പത്മ പുരസ്കാരങ്ങൾ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. ഇവിടെ തന്നിട്ടുള്ളത് 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി പത്മ സുബ്രഹ്മണ്യമാണ്. ഇനി 2025 പുരസ്കാരം നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാം നോക്കുന്നില്ല, ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം പറയാം. 2025 ആകെ അവാർഡ് നമ്മൾ നേരത്തെ പറഞ്ഞു 132 പത്മ അവാർഡാണ് 2024 കിട്ടിയിട്ടുള്ളത്. എന്നാൽ 2025 139 പേർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 139 പേർക്ക് മൊത്തം കിട്ടിയിട്ടുണ്ട്. പത്മവിഭൂഷൺ 7 പേർക്ക് കിട്ടി, 7 പേർക്ക്. അതിലൊരാൾ മലയാളിയാണ് കേട്ടോ. അതിലൊരാൾ മലയാളിയാണ്. ആരാണ്? അറിയുന്നുണ്ടാവുമല്ലോ എല്ലാവർക്കും. MT വാസുദേവൻ നായരാണ് കേട്ടോ. MT വാസുദേവൻ നായർക്കാണ് കിട്ടിയിട്ടുള്ളത്. 2025 പത്മവിഭൂഷൺ ലഭിച്ച 7 പേരിൽ ഒരാൾ മലയാളിയാണ്. അദ്ദേഹം MT വാസുദേവൻ നായരാണ്. ലിറ്ററേച്ചർ വിഭാഗത്തിനാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. പത്മവിഭൂഷൺ 7 പേർക്ക്, പത്മഭൂഷൺ 19 പേർക്കും, പത്മശ്രീ 13 പേർക്കുമാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ M ഫാത്തിമ ബീവി കൊടുത്തിട്ടുണ്ട്. M ഫാത്തിമ ബീവി മരണാനന്തര ബഹുമതിയായിട്ട് പത്മഭൂഷൺ അവാർഡ് നേടിയ വ്യക്തിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 2024 17 പേർക്ക് പത്മഭൂഷൺ ലഭിച്ചു. അതിൽ 2 പേര് മലയാളികളായിരുന്നു. ഒരാൾ ഫാത്തിമ ബീവിയാണ്. സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജസ്റ്റിസാണ് ഫാത്തിമ ബീവി. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് ഈ ഒരു പത്മഭൂഷൺ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. O രാജഗോപാലിനാണ് 2ാമത്തെ പുരസ്കാരം. O രാജഗോപാൽ പത്മഭൂഷൺ പുരസ്കാരം ലഭിക്കുന്ന 2ാമത്തെ മലയാളി 2024 കേട്ടോ. 2024 2 പേർക്ക് പത്മഭൂഷൺ, മലയാളികളായിട്ടുള്ള 2 പേർക്ക് ലഭിച്ചു. മൊത്തം പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ളത് 17 പേർക്കാണ്. 17ൽ 2 പേർ മലയാളികളാണ്. 1ാമത്തെ ആളാണ് M ഫാത്തിമ ബീവി, 2ാമത്തെ ആളാണ് O രാജഗോപാലാണ്. അദ്ദേഹം BJPയുടെ മുതിർന്ന നേതാവാണ്, നമുക്കറിയാലോ. അപ്പോൾ O രാജഗോപാലും ഫാത്തിമ ബീവിയുമാണ്. ഫാത്തിമ ബീവി മരണാനന്തര ബഹുമതിയായിട്ടാണ് ലഭിച്ചിട്ടുള്ളത്. ഇവർ 2 പേർക്കുമാണ് 2024 മലയാളികളായിട്ടുള്ള 2 പത്മഭൂഷൺ ജേതാക്കൾ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഓപ്ഷനിൽ തന്നതുകൊണ്ട് അത് പറഞ്ഞു എന്നുള്ളതാണ്. മലയാളികൾ ആർക്കൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതൊന്ന് കുറച്ചും കൂടെ എംഫസൈസ് ചെയ്ത് പഠിക്കുക കേട്ടോ. അടുത്തത്, നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും മന്ത്രിമാരും അവരുടെ വകുപ്പുകളും ഒന്ന് റിവൈസ് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാൻ. ചോദിക്കുന്നുണ്ട്, അറിയാലോ, നമ്മൾ PYQ ഒക്കെ ചെയ്തതാണ്. ഓക്കെ, കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സും കൂടെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. കിരൺ റിജിജു ആണ് കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. ഓക്കെ, മൻസുഖ് മാണ്ഡവ്യ ഏത് വകുപ്പാണ്? ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് മിനിസ്റ്ററാണ് മൻസുഖ് മാണ്ഡവ്യ. ഹർദീപ് സിംഗ് പുരി പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മിനിസ്റ്ററാണ് ഹർദീപ് സിംഗ് പുരി. ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് മിനിസ്റ്ററാണ് മൻസുഖ് മാണ്ഡവ്യ. പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മിനിസ്റ്ററാണ് ഹർദീപ് സിംഗ് പുരി. ഓക്കെ, അപ്പോൾ കിരൺ റിജിജു നിലവിലെ കേന്ദ്ര പാർലമെന്റ് കാര്യ വകുപ്പ് മന്ത്രിയാണ്. അടുത്തത്, ലോക തണ്ണീർത്തട ദിനം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2 കേട്ടോ. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം വരുന്നത്. 2025 തീം എന്താണ്? 2025 തീം എന്താണ് വരുന്നത്? നമ്മുടെ പൊതുഭാവിക്കായി
നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക എന്നതാണ്. നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് 2025 തീമായിട്ട് വരുന്നത്. നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക. 2024 തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നതാണ്. തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നതാണ് 2024 പ്രമേയമായിട്ട് വരുന്നത്. 2023 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം തണ്ണീർത്തടങ്ങൾ പുനരുജ്ജീവിപ്പിക്കുക എന്നതാണ്. 2023 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം. 2024 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നതാണ്. 2025 പ്രമേയം നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക എന്നതാണ്. നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് 2025 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം. ഓക്കെ, ഇനി ഫെബ്രുവരി 28 എന്താണ്? ഫെബ്രുവരി 28 നാഷണൽ സയൻസ് ഡേ ആണ് ഫെബ്രുവരി 28. 2025 സയൻസ് ഡേയുടെ തീം എന്താണ്? വീക്ഷിത് ഭാരതത്തിനായി ശാസ്ത്രത്തിലും നവീകരണത്തിലും ആഗോളതലത്തിൽ നേതൃത്വത്തിനായിട്ട് ഇന്ത്യൻ യുവാക്കളെ ശാക്തീകരിക്കുക എന്നതാണ്. കാണാതെ പഠിക്കൊന്നും വേണ്ട, പക്ഷെ ഇത് ഓപ്ഷനിൽ കാണുമ്പോൾ ഇതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അതിനുവേണ്ടി നമ്മൾ പഠിക്കണം കേട്ടോ. 2025 സയൻസ് ഡേയുടെ തീം വീക്ഷിത് ഭാരതത്തിനായി ശാസ്ത്രത്തിനും നവീകരണത്തിലും ആഗോള നേതൃത്വത്തിനായിട്ട് ഇന്ത്യൻ യുവാക്കളെ ശാക്തീകരിക്കുക. 2024 ഏകദേശം സമാനമായിട്ടുള്ളൊരു പ്രമേയം തന്നെയാണ് വീക്ഷിത് ഭാരതത്തിനായുള്ള തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ എന്നതായിരുന്നു. വീക്ഷിത് ഭാരതത്തിനായുള്ള തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ. ഓക്കെ, അപ്പോൾ വീക്ഷിത് ഭാരത് നാഷണൽ സയൻസ് ഡേയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തീമിൽ പെടുന്നതാണ് എന്നൊരു അവലോകനം നമുക്ക് വരണം. ഓക്കെ, ഇനി ഫെബ്രുവരി തന്നെ നമ്മൾ 2 ദിവസങ്ങൾ പറഞ്ഞു. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം, ഫെബ്രുവരി 28 നാഷണൽ സയൻസ് ഡേ ആണ്. ഇനി ഫെബ്രുവരി 22 കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഫെബ്രുവരി 22 എന്താണ്? ലോക ചിന്താ ദിനമാണ് കേട്ടോ. ലോക ചിന്താ ദിനമാണ് ഫെബ്രുവരി 22 ലോക ചിന്താ ദിനം. ഫെബ്രുവരി 28 നാഷണൽ സയൻസ് ഡേ, ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. ഇനി മാർച്ച് 25 എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മാർച്ചിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളൊന്ന് നോക്കാം. മാർച്ചിൽ നമ്മളൊരു സെറ്റായിട്ട് പഠിക്കുന്നില്ലേ? മാർച്ച് 21 ലോക വനദിനം. മാർച്ച് 21 ലോക വനദിനമാണ്. വനദിനം. മാർച്ച് 22 എന്താണ്? മാർച്ച് 22 ലോക ജലദിനമാണ്. ജലദിനം. മാർച്ച് 23 എന്താണ്? മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. ലോക കാലാവസ്ഥാ ദിനം. ലോക ക്ഷയരോഗ ദിനമാണ്. മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനമാണ്. മാർച്ച് 27 ലോക നാടക ദിനമാണ് കേട്ടോ. ലോക നാടക ദിനമാണ്. ലോക നാടക ദിനമാണ് മാർച്ച് 27. ലോക വനദിനമാണ് മാർച്ച് 21. ലോക ജലദിനം മാർച്ച് 22. ലോക കാലാവസ്ഥാ ദിനമാണ് മാർച്ച് 23. മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനമാണ്. മാർച്ച് 27 ലോക നാടക ദിനവും ആണ്. ഓക്കെ ആണല്ലോ. ഇനി ഒക്ടോബറിലേക്ക് വരുമ്പോൾ ഒക്ടോബർ 5 എന്താണ്? ഒക്ടോബർ 5 ലോക അധ്യാപക ദിനമാണ് കേട്ടോ. ലോക അധ്യാപക ദിനമാണ്. സെപ്റ്റംബർ 5 എന്താണ്? അപ്പോൾ ദേശീയ അധ്യാപക ദിനമാണ് കേട്ടോ. സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമാണ്. ലോക അധ്യാപക ദിനമാണ് ഒക്ടോബർ 5. ദേശീയ അധ്യാപക ദിനമാണ് സെപ്റ്റംബർ 5. ഓക്കെ, ഇനി ഒക്ടോബർ 9 തപാൽ ദിനം. ലോക തപാൽ ദിനമാണ്. ഒക്ടോബർ 9 ലോക തപാൽ ദിനമാണ്. തപാൽ ദിനമാണ്. ലോക തപാൽ ദിനമാണ് ഒക്ടോബർ 9. ഒക്ടോബർ 15 ലോക വിദ്യാർത്ഥി ദിനമാണ്. ലോക വിദ്യാർത്ഥി ദിനം. APJ അബ്ദുൽ കലാം സാറിൻ്റെ ബർത്ത്ഡേ ആണ് വരുന്നത്. ഒക്ടോബർ 15 ലോക വിദ്യാർത്ഥി ദിനമാണ് കേട്ടോ. വിദ്യാർത്ഥി ദിനമാണ്. ലോക വിദ്യാർത്ഥി ദിനം എന്നാണ്. ഒക്ടോബർ 15 ആണ്. ഓക്കെ, ഇനി
കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രിയാണ് വി ശിവൻകുട്ടിയാണ് കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി. CPO എക്സാമിനും ഒരു തൊഴിൽ വകുപ്പ് മന്ത്രിയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ചോദ്യപേപ്പർ റെഫർ ചെയ്യുക കേട്ടോ. ഓക്കെ. സജി ചെറിയാൻ ഏത് വകുപ്പാണ്? സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രിയാണ് സജി ചെറിയാൻ സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രിയാണ്. ഫിഷറീസ്, സാംസ്കാരികം, യുവജനകാര്യം സജി ചെറിയാനാണ് നോക്കുന്നത്. ഓക്കെ. വി എൻ വാസവൻ സഹകരണം, തുറമുഖം, ദേവസ്വം എന്നീ വകുപ്പുകളാണ്. വി എൻ വാസവൻ സഹകരണം, തുറമുഖം, ദേവസ്വം വി എൻ വാസവനാണ്. കെ രാജൻ റവന്യൂ ഭവന മന്ത്രിയാണ്. റവന്യൂ ഭവന വകുപ്പ് മന്ത്രിയാണ് കെ രാജൻ. റവന്യൂ ഭവന മന്ത്രിയാണ് കെ രാജൻ. ഓക്കെ. ഇനി പി പ്രസാദ് കൃഷിയാണ് കേട്ടോ. പി പ്രസാദ് കൃഷിയാണ്. പി പ്രസാദ് കൃഷി വകുപ്പ് മന്ത്രിയാണ്. കടന്നപ്പള്ളി രാമചന്ദ്രൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രിയാണ്. കടന്നപ്പള്ളി രാമചന്ദ്രൻ. ഇത് നമ്മൾ CPO ക്വസ്റ്റ്യനിലെ ഓപ്ഷൻസ് ആണ് കേട്ടോ പറയുന്നത്. കടന്നപ്പള്ളി രാമചന്ദ്രൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രിയാണ്. ഇനി റോഷി അഗസ്ത്യൻ ജലവിഭവ വകുപ്പ് മന്ത്രിയാണ്. എനിക്ക് തോന്നുന്നു 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസിൽ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു തോന്നൂല്ലേ, ജലവിഭവ വകുപ്പ് മന്ത്രി ആര് എന്നുള്ള രീതിയിൽ. അപ്പോൾ റോഷി അഗസ്ത്യൻ ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് റോഷി അഗസ്ത്യൻ. ഇനി ജി ആർ അനിൽ ഭക്ഷ്യ സിവിൽ എക്സൈസ് മന്ത്രിയാണ്. ജി ആർ അനിൽ ഭക്ഷ്യ സിവിൽ എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് ജി ആർ അനിൽ. അപ്പം നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ്. സജി ചെറിയാൻ ഫിഷറീസ് സാംസ്കാരികം യുവജനകാര്യം സജി ചെറിയാനാണ്. വി എൻ വാസവൻ സഹകരണം തുറമുഖം ദേവസ്വം. കെ രാജൻ റവന്യൂ ഭവന മന്ത്രിയാണ് കെ രാജൻ. പി പ്രസാദ് കൃഷി വകുപ്പ് മന്ത്രിയാണ്. കടന്നപ്പള്ളി രാമചന്ദ്രൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രിയാണ്. റോഷി അഗസ്റ്റിൻ ജലവിഭവ മന്ത്രിയാണ്. ജി ആർ അനിൽ ഭക്ഷ്യ സിവിൽ എക്സൈസ് മന്ത്രിയാണ്. ഓക്കെ. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞു. കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും ഭരണം ഒന്ന് നോക്കിയിട്ട് പോവാട്ടോ. അടുത്ത ചോദ്യം, കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ 9 എണ്ണമാണ് കേട്ടോ. 9. കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആരാണ്? കേരള സംസ്ഥാനത്തിൻ്റെ നിലവിലെ ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ്. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ് കേരള സംസ്ഥാനത്തിൻ്റെ നിലവിലെ ഗവർണർ. ആർ എൻ രവി തമിഴ്നാടിൻ്റെ ഗവർണറാണ്. പി എസ് ശ്രീധരൻ പിള്ള ഗോവയുടെ ഗവർണറാണ്. ഗോവയുടെ ഗവർണർ ആരാണ്? ശ്രീധരൻ പിള്ളയാണ്. പി എസ് ശ്രീധരൻ പിള്ള ഗോവയുടെ ഗവർണർ ആരാണ്? ശ്രീധരൻ പിള്ളയാണ്. ഓക്കെ. ജിഷ്ണുദേവ് വർമ്മ തെലങ്കാനയുടെ ഗവർണർ ആരാണ് എന്ന് ചോദിച്ചാൽ ജിഷ്ണുദേവ് വർമ്മയാണ്. തെലങ്കാനയുടെ ഗവർണർ ജിഷ്ണുദേവ് വർമ്മയാണ്. ഇനി ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ എവിടുത്തെ ഗവർണറാണ്? ബീഹാറിലെയാണ് കേട്ടോ. ബീഹാറിലെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ഏത് സംസ്ഥാനത്തിലെ ഗവർണറാണ്? ബീഹാറിലെ. ഇനി UPയുടെ ഗവർണർ ആരാണ്? ആനന്ദിബെൻ പട്ടേലാണ് കേട്ടോ. ആനന്ദിബെൻ പട്ടേലാണ് UPയുടെ ഗവർണർ. ഉത്തർപ്രദേശിൻ്റെ ഗവർണർ ആനന്ദിബെൻ പട്ടേലാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിൻ്റെ ഗവർണറാണ്. ജിഷ്ണുദേവ് വർമ്മ തെലങ്കാനയുടെ ഗവർണറും. ആർ എൻ രവി തമിഴ്നാടിൻ്റെ ഗവർണറും. രാജേന്ദ്ര ആർലേക്കർ കേരള സംസ്ഥാനത്തിൻ്റെ നിലവിലെ ഗവർണറും. പി എസ് ശ്രീധരൻ പിള്ള ഗോവ സംസ്ഥാനത്തിൻ്റെ ഗവർണറും ആണ്. ഇനി 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? 2024 എഴുത്തച്ഛൻ പുരസ്കാരം സമഗ്ര സംഭാവനയ്ക്കാണ് കേട്ടോ നൽകുന്നത്. അതുകൊണ്ട് നമുക്ക് കൃതികളൊന്നും എടുത്ത് പറയാനില്ല. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? NS മാധവനാണ് കേട്ടോ. NS മാധവനാണ് 2024
എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്? 2024 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. നമ്പർ എടുത്ത് ചോദിക്കുന്ന ഒരു രീതി ഇപ്പോൾ PSC ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് 2024 NS മാധവനാണ് ജേതാവ്. ഇനി 2023 ആരാണ്? SK വസന്തനാണ്. 2023 SK വസന്തനാണ്. 2022 A സേതുമാധവനാണ്. A സേതുമാധവൻ 2023 SK വസന്തൻ, 2022 A സേതുമാധവൻ, 2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് P വത്സലയുമാണ്. P വത്സലയാണ്. 2024 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവനാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തനാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് A സേതുമാധവനാണ്. 2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് P വത്സലയും ആണ്. ഓക്കെ. ഇനി ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ. ഓപ്ഷൻ മെൻഷൻ ചെയ്യുന്നത് 3 ആണ്. അത് എവിടെയാണെന്നുള്ളത് നോക്കണം. ഓപ്ഷൻ D ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്യുമ്പോൾ മാറിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 2024 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം ഹോസ്റ്റ് ആയത് ആരാണെന്ന് ചോദിച്ചാൽ സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ. എന്തായിരുന്നു 2024 ലോക പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഒരു പ്രമേയം എന്ന് പറയുന്നത്? നമ്മുടെ നാട് നമ്മുടെ ഭാവി എന്നതായിരുന്നു കേട്ടോ. നമ്മുടെ നാട് നമ്മുടെ ഭാവി. നമ്മുടെ നാട് നമ്മുടെ ഭാവി. നമ്മുടെ നാട് നമ്മുടെ ഭാവി എന്നതാണ് 2024 ലോക പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. 2025 നോക്കുകയാണെങ്കിൽ 2025 ഹോസ്റ്റ് ആരാണ് വരുന്നത്? ഹോസ്റ്റ് റിപ്പബ്ലിക് ഓഫ് കൊറിയയാണ് കേട്ടോ. വന്നിട്ടില്ല, നമ്മൾ അറിഞ്ഞിരിക്കുക. റിപ്പബ്ലിക് ഓഫ് കൊറിയയാണ്. 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ പോരാടുക എന്നതാണ്. 2025 പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ പോരാടുക എന്നതാണ്. ഓക്കെ. 2024 നമ്മുടെ നാട് നമ്മുടെ ഭാവി എന്നതാണ്. ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യയാണ്. ഓക്കെ. മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV എന്നത് മെനിഞ്ചൈറ്റിസിനെതിരെയുള്ള വാക്സിനാണ്. നിർമ്മിച്ചിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? നൈജീരിയയാണ്. ഇതും അതുപോലെ തന്നെ 3 എവിടെയാണ് എന്ന രീതിയിൽ കൊണ്ടുപോയിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. C ഓപ്ഷൻ മാർക്ക് ചെയ്ത് പോവരുത്, തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. എക്സാം ടെൻഷനൊക്കെയാണ്. അപ്പോൾ നൈജീരിയ. മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV എന്ന വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം നൈജീരിയയാണ്. നൈജീരിയ. ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഏതാണ്? ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരമാണ് മുംബൈ. ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഏതാണ്? ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ പാശ്ചാത്യ രാജ്യമാണ് ഇറ്റലി. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പറ്റുന്നത്രയും കണ്ടന്റ് നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സ്പോർട്സ് ഫാക്റ്റും അതുപോലെ തന്നെ നൊബേൽ പ്രൈസ്, പിന്നെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും, ഇത്തരത്തിലുള്ള കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യുക. എല്ലാവരും ടെൻഷനൊന്നും ഇല്ലാതെ മാക്സിമം സ്ട്രെസ് ഫ്രീ ആയിട്ട് പോയി നല്ല രീതിയിൽ ഇത്രയും കാലം പഠിച്ചതിൻ്റെ റിസൾട്ട് കിട്ടാൻ പോകുന്ന ഒരു ദിവസമാണ്. നന്നായിട്ട് തന്നെ അറ്റംപ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.